2025 ഫെബ്രുവരി തുറയൂരിനടുത്തുള്ള സെങ്കാട്ടുപട്ടി എന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെ മോനിഷ എന്ന പെൺകുട്ടി, അവൾക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോണിലെ ഡിസ്പ്ലേയിലെ ആ പേര് കണ്ടപ്പോൾ അവളുടെ മുഖം ഒരു 100 വാട്ട് ബൾബ് പോലെ പ്രകാശിച്ചു. അതേ ആവേശത്തോടെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷെ പിന്നീട് അവളുടെ മുഖത്തുള്ള പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു തുടങ്ങി. കാരണം എതിർവശത്ത് സംസാരിച്ച വ്യക്തിയുടെ ആ സംസാരത്തിലുള്ള സങ്കടമായിരുന്നു കാരണം. ആ എതിർവശത്തുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവളെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇങ്ങനെയും സ്ത്രീകളൊക്കെ ഉണ്ടോ എന്നവൾ പറയാൻ തുടങ്ങി. മോനിഷ വളരെ ആവേശത്തോടു കൂടി ആ കോൾ അറ്റൻഡ് ചെയ്യാൻ കാരണം വിളിച്ചത് അവളുടെ കാമുകനായതുകൊണ്ടാണ്. അവളുടെ ആവേശം കുറയാൻ കാരണം അവളുടെ കാമുകൻ പറഞ്ഞ ആ വാക്കുകളാണ്. അങ്ങനെ അവൻ എന്ത് പറഞ്ഞു എന്നറിയണ്ടേ? മോനിഷയുടെ കാമുകന് ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ കസിൻ സിസ്റ്ററുടെ സ്വന്തം സഹോദരന് സംഭവിച്ചൊരു ക്രൂരമായ കാര്യമായിരുന്നു. ആ സഹോദരൻ അൽബിയ എന്ന പെൺകുട്ടിയെ പ്രണയിച്ചു, വിവാഹം കഴിച്ചു. എന്നാൽ ആ വിവാഹ ശേഷമാണ് മനസ്സിലായത് താൻ ഉദ്ദേശിച്ച പെൺകുട്ടിയല്ല ഇതെന്ന്. അൽബിയ എന്ന പെൺകുട്ടി ഭർത്താവിനെ തന്നെ തല്ലാൻ തുടങ്ങി. അടിച്ചാൽ പോലും പ്രശ്നമില്ല. ഒരു ഘട്ടത്തിൽ ദേഷ്യത്തിൽ അവൾ ഒരു കുപ്പിയെടുത്ത് ഭർത്താവിന്റെ തലയിലെറിഞ്ഞു. അതിലയാൾ ബോധം കെട്ടു വീണു. പിന്നെ ഉണർന്നില്ല. അതെ, അവനിനി ഇല്ല. ഈ ഒരു സംഭവം കേട്ടപ്പോഴാണ് മോനിഷ ഇങ്ങനെയും പെൺകുട്ടികളുണ്ടോ എന്ന് പറയാൻ തുടങ്ങിയത്. ഇപ്പൊ ഈ കാമുകൻ മോനിഷയോട് ഈ പ്രശ്നത്തിന് നിന്നെ കൊണ്ട് മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഇത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ആശയക്കുഴപ്പമായി. ഒരു പെൺകുട്ടി വളരെ ക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം ചെയ്തു. അവളെ പോലീസിൽ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? ഈ പ്രശ്നത്തിന് എന്നെ കൊണ്ട് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നവൾ ചോദിച്ചു. അതിന് കാമുകൻ പറഞ്ഞത് കേട്ടപ്പോൾ സത്യത്തിൽ അവൾക്ക് തല കറങ്ങാൻ തുടങ്ങി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും അവൾ ചിന്തിച്ചു. ഒരല്പം ശാന്തയായ അവൾ, നീ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തീർച്ചയായും എന്നെ കൊണ്ടിത് ചെയ്യാൻ കഴിയില്ല എന്നവൾ പറഞ്ഞു. പക്ഷെ എതിർവശത്ത് സംസാരിച്ച കാമുകൻ, നീ ഇത് ചെയ്തില്ലെങ്കിൽ, അടുത്തതായി അവൻ പറഞ്ഞ ആ ഒരു വാക്ക്, ആ വാക്ക് കേട്ടപ്പോൾ മോനിഷയ്ക്ക് ഇത് ഒഴിവാക്കാനേ കഴിയാതെയായി. അവൾ ഉടൻ തന്നെ അത് അംഗീകരിച്ചു. അവൻ പറഞ്ഞ കാര്യം അവൾ ചെയ്യുകയും ചെയ്തു. അത് പൂർത്തിയാക്കി അടുത്ത കുറച്ച് ദിവസത്തിൽ തമിഴ്നാട് മുഴുവനും എല്ലാ വാർത്തകളിലും ഇത് തലക്കെട്ടായി മാറി. അങ്ങനെ മോനിഷയുടെ കാമുകൻ അവളോട് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? എന്തിനാണ് മോനിഷ അത് ചെയ്യാൻ വിസമ്മതിച്ചത്? അങ്ങനെ വിസമ്മതിച്ച അവളെ പോലും അത് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ കാമുകൻ എന്താണ് പറഞ്ഞത്? ഇത് ചെയ്ത ചില ദിവസത്തിൽ തന്നെ മോനിഷ TV, പത്രം, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രധാന വാർത്തകളിൽ ഇടം നേടി. ആളുകളെല്ലാം അവളെ നോക്കി ഇങ്ങനെയും സ്ത്രീകളുണ്ടോ എന്ന് ചോദിക്കാൻ കാരണമായി. അടുത്തിടെ തമിഴ്നാടിനെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു ക്രൂരമായ സംഭവത്തെക്കുറിച്ചാണ്, വളരെ വ്യത്യസ്തമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഫെബ്രുവരി മാസം. കൊലപാതകം ചെയ്യുന്നത് മാത്രമാണോ വഴി? മറ്റു വഴികളൊന്നും ഇല്ലേ? ഇത് മോനിഷ അവളോട് കാമുകനോട് ചോദിച്ച ചോദ്യം അല്ല. ചെന്നൈ ആവടിയിൽ താമസിച്ച് ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന താവിയ സുൽത്താന എന്ന പെൺകുട്ടി അവളുടെ വുഡ്ബിയോട്, അവൾ വിവാഹം കഴിക്കാൻ പോകുന്നവനോട് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. അതെ, വിവാഹ സ്വപ്നങ്ങളിൽ മുഴുകിയിരുന്ന താവിയ സുൽത്താനയോട് അവളുടെ പ്രതിശ്രുത വരൻ പറഞ്ഞൊരു കാര്യം അവളെ അത്തരം ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ അയാൾ പറഞ്ഞത്, അയാൾ തൻ്റെ സഹോദരിയായി കരുതിയ ലോകനായകി എന്ന പെൺകുട്ടി, അവൾ ഇപ്പോ എന്നെ സ്നേഹിക്കുന്നുവെന്നും എന്നെ തന്നെ വിവാഹം കഴിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അവൾ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളെ വിവാഹം കഴിക്കാൻ അവൾ അനുവദിക്കില്ല എന്നും പറഞ്ഞു. നമ്മുടെ വിവാഹത്തിൽ അവൾ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട് സുൽത്താന വല്ലാതെ ഞെട്ടിപ്പോയി. പ്രണയിച്ചയാളെ വിവാഹം കഴിക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ തന്റെ പ്രണയം വിവാഹത്തിൽ അവസാനിക്കാൻ പോകുന്ന സന്തോഷത്തിലായിരിക്കുന്ന താവിയ സുൽത്താന് ഈ വാർത്ത കേട്ടപ്പോൾ വല്ലാതെ ഞെട്ടലുണ്ടായി. എന്ത് ചെയ്യാമെന്ന് അവൾ അവനോട് ചോദിച്ചു. അതിനാ പ്രതിശ്രുത വരൻ പറഞ്ഞത്, ലോകനായകി, അവൾ നമ്മളെ രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കില്ല. അവളെ കൊന്നാൽ മാത്രമേ നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റൂ. ഇത് കേട്ടതിന് ശേഷമാണ് താവിയ സുൽത്താന, എന്തായി പറയുന്നത്?
കൊല്ലുക മാത്രമാണോ ഈ പ്രശ്നത്തിന് പോം വഴി, മറ്റു വഴികളൊന്നും ഇല്ല എന്ന് ചോദിച്ചത്. മറ്റു വഴികളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവളും ശരിയെന്ന് തലയാട്ടി. ഇപ്പോ അവർ രണ്ടുപേരും ചേർന്ന് ലോകനായികയെ എങ്ങനെ കൊല്ലാം എന്നാലോചിക്കാൻ തുടങ്ങി. അവർ പദ്ധതിയിട്ടതുപോലെ ലോകനായികയെ കൊല്ലുകയും ചെയ്തു. ഒന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിലേക്ക് ചെന്ന് ഉറങ്ങുകയും ചെയ്തു സമാധാനമായി. അടുത്ത മാർച്ച് മാസം 3-ാം തീയതി സേലത്തിലെ ഒരു ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ വല്ലാത്ത പരിഭ്രാന്തിയോടെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള പല്ലപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ലോകനായിക എന്ന പെൺകുട്ടിയെ 2-3 ദിവസമായി കാണാനില്ല. അവളുടെ ഫോണിൽ ഞാൻ വിളിച്ചു, പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടൻ തന്നെ വുമൺ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത പോലീസ് അവളുടെ മൊബൈൽ നമ്പർ അവസാനം എവിടെ സ്വിച്ച് ഓഫ് ആയി എന്ന് തിരയാൻ തുടങ്ങി. അവരുടെ കമ്പ്യൂട്ടറിൽ കാണിച്ച ലൊക്കേഷൻ ഏർക്കാടായിരുന്നു. അപ്പോൾ അവൾ അവസാനമായി ആരുമായി ഫോണിൽ സംസാരിച്ചു എന്ന വിവരവും ശേഖരിക്കുന്നു. അബ്ദുൾ ഹബീസ് എന്നയാളുമായാണ് അവൾ അവസാനമായി സംസാരിച്ചത്. ഉടൻ തന്നെ പോലീസ് അബ്ദുൾ ഹബീസിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതെ, ഞാൻ അവളോട് സംസാരിച്ചു എന്നവൻ സമ്മതിച്ചു. അവസാനം അവൾ ഏർക്കാടിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് അവിടെയാണോ പോയത്, മറ്റെവിടെയെങ്കിലും പോയോ എന്നൊന്നും എനിക്കറിയില്ല എന്നും അവൻ പറഞ്ഞു. ഇപ്പോൾ ലോകനായികയുടെ മൊബൈൽ അവസാനം ആക്റ്റീവായിരുന്ന സ്ഥലവും അബ്ദുൾ ഹബീസ് പറഞ്ഞ സ്ഥലവും സെയിം ആയതുകൊണ്ട് പോലീസിന്റെ ശ്രദ്ധ ഏർക്കാടിലേക്ക് തിരിഞ്ഞു. അതേ സമയമാണ് ഏർക്കാടിലെ മലനിരകളിൽ ഒരു സ്ത്രീയുടെ അഴുകിയ ഡെഡ് ബോഡി കിട്ടിയെന്നതിനെക്കുറിച്ചും പോലീസിന് ഒരു വിവരം ലഭിച്ചു. അവർ ആ സ്ഥലത്തെത്തി ബോഡി കണ്ടെടുത്തു. അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഏർക്കാടിലേക്ക് പോയ സേലം പോലീസും സേലം പ്രദേശത്ത് ഏതെങ്കിലും വുമൺ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടിരുന്ന ഏർക്കാട് പോലീസും ഒരേ ബിന്ദുവിൽ വന്ന് നിന്നത്. അവിടെയാണ് അവർക്കൊരു വലിയ ട്വിസ്റ്റ് കാത്തിരുന്നത്. സേലം പോലീസ് കാത്തിരുന്നത് ലോകനായിക എന്ന ഹിന്ദു പെൺകുട്ടിയായിരുന്നു. എന്നാൽ ഈ ഏർക്കാട് പോലീസ് കണ്ടെടുത്ത ആ ഡെഡ് ബോഡി അത് മുസ്ലിം പെൺകുട്ടികൾ ധരിക്കുന്ന ഒരു ഗൂർഖയായിരുന്നു ധരിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാകും എന്താണ് സംഭവിച്ചതെന്ന്. ആ ജീവനറ്റ ശരീരം അതാരാണെന്ന് അറിയണ്ടേ? ഞാൻ ആമുഖത്തിൽ പറഞ്ഞ മോനിഷയും അവളുടെ കാമുകനും സംസാരിച്ചു കൊണ്ടിരുന്ന ഈ അൽബിയ എന്ന പെൺകുട്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ താവിയ സുൽത്താനയും അവളുടെ പ്രതിശ്രുത വരനും കൊല്ലണമെന്ന് പദ്ധതിയിട്ട കൊല്ലുകയും ചെയ്ത ലോകനായികയുടെ ഡെഡ് ബോഡി എവിടെയാണെന്ന ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഏർക്കാട് പോലീസിന് ധരിച്ച ആ ഒരു ഡെഡ് ബോഡി അത് ഗൂർഖയായിരുന്നു ധരിച്ചിരുന്നത്. മുസ്ലിം പെൺകുട്ടി ആയിരിക്കും എന്ന ചിന്തയിൽ അവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഹാൻഡ് ബാഗ് പരിശോധിച്ചു. അവർ തന്നെ ഞെട്ടിപ്പോയി. അതിന് കാരണം ആ ബാഗിലുണ്ടായിരുന്ന ID കാർഡിൽ ലോകനായിക എന്ന പേരായിരുന്നു. പക്ഷെ അവൾ ധരിച്ചിരുന്നത് മുസ്ലിം വസ്ത്രമായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഹരിയും ശിവനും ഒന്നാണെന്ന പോലെ ആ ഡെഡ് ബോഡി അൽബിയയും ലോകനായികയും ഒരേ ആൾ തന്നെയാണെന്ന സത്യം മനസ്സിലായി. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിരിക്കാം. ഷോക്കിങ്ങിലും കൂടുതൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാക്കാം. ഇതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇനിയാണ് വരുന്നത്. ഇപ്പോൾ മരിച്ചുപോയത് ലോകനായികയാണെന്ന് കൺഫേം ആയപ്പോൾ തുടക്കത്തിൽ വളരെ സോഫ്റ്റായി കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന പോലീസ് ഇപ്പോൾ അവരുടെ വഴിയൊന്നു മാറ്റി. അബ്ദുൾ ഹബീസിനെ അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പിന്നീടാണ് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവൻ സമ്മതിക്കാൻ തുടങ്ങിയത്. തുറയൂരിൽ നിന്നുള്ള ലോകനായികി കുട്ടിക്കാലത്തെ അവൾക്ക് മാതാപിതാക്കൾ നഷ്ടമായി. പെരമ്പരൂരിലെ അവളുടെ അമ്മായിയുടെ വീട്ടിൽ താമസിച്ചായിരുന്നു വളർന്നു വന്നത്. അങ്ങനെ അവൾ വളർന്ന് പഠിച്ച് അവസാനിച്ച് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്കും അമ്മായിക്കും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ അതേ പെരമ്പല്ലൂരിൽ പ്രത്യേകം ഒരു വീടെടുത്ത് അവൾ താമസിച്ചു. അപ്പോഴാണ് എതിർ വീട്ടിലെ അബ്ദുൾ ഹബീസിനെ അവൾ പരിചയപ്പെടുന്നത്. രണ്ടുപേരും കുറച്ച് ദിവസത്തിൽ പ്രണയിക്കാനും തുടങ്ങി. യഥാർത്ഥത്തിൽ ലോകനായികയ്ക്കും അബ്ദുൾ ഹബീസിനും ഇടയിൽ വളരെ വലിയൊരു പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. ലോകനായികയ്ക്ക് 34 വയസ്സ്, അബ്ദുൾ ഹബീസിന് 22 വയസ്സ് മാത്രം. ഞാനീ പറഞ്ഞത് മരിക്കുമ്പോഴുണ്ടായിരുന്ന പ്രായമാണ്. പക്ഷെ ഇവരുടെ പ്രണയം തുടങ്ങിയപ്പോൾ അവൾക്ക് 30 വയസ്സ്. അപ്പോൾ അബ്ദുൾ ഹബീസിന് എത്ര വയസ്സായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. കാലാകാലമായി പറഞ്ഞു വരുന്നത് പോലെ ഈ പ്രണയത്തിനൊക്കെ കണ്ണില്ല എന്ന്, അത് ഈ ഒരു സംഭവത്തിലും സത്യമായി മാറി. പ്രായ വ്യത്യാസം കാര്യമാക്കാതെ ഈ പ്രണയിച്ച ഇരുവരും പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാനും ലോഡ്ജിൽ മുറിയെടുക്കാനും തുടങ്ങി. അവരുടെ പ്രണയ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ 1 വർഷം മുൻപ് സേലം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഫ്യൂച്ചർ മിഷൻ ഓൺലൈൻ കോച്ചിംഗ് സെന്ററിൽ അവൾക്ക് അധ്യാപികയായി ജോലി ലഭിച്ചു. അപ്പോൾ പെരുമ്പല്ലൂരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അബ്ദുൾ ഹബീസ് അവസാന വർഷം പഠിക്കുകയായിരുന്നു. ലീവ് കിട്ടുമ്പോഴെല്ലാം അവൻ സേലത്തിൽ വരികയും അവളെ കാണുകയും ചെയ്യും. പതിവ് പോലെ അവർ നീണ്ട യാത്രയ്ക്കൊക്കെ പോയി ജീവിതം ആസ്വദിച്ചു കൊണ്ടിരുന്നു. അവർക്കിടയിൽ ഇത്രയേറെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് ആരും അവരെ സംശയിച്ചില്ല. ഇതവർക്ക് അനുകൂലമായി തന്നെ മാറി. ഈ സമയത്താണ് അവൻ ഇൻസ്റ്റഗ്രാമിൽ മോനിഷ എന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്നു എന്ന കാര്യം അവന്റെ വീട്ടുകാർ അറിയുന്നത്. മോനിഷ മറ്റൊരു മതസ്ഥയായതുകൊണ്ട് മാതാപിതാക്കൾ ആ പ്രണയത്തിന് എതിരായിരുന്നു.
എന്നാൽ അബ്ദുൾ ഹബീസ് പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? മോനിഷ ഇല്ലെങ്കിൽ എന്താ, താവിയ സുൽത്താന എന്ന പെൺകുട്ടിയുണ്ട്, അമ്മയ്ക്ക് ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം എന്നും പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പരിചയപ്പെട്ട ഈ പെൺകുട്ടിയെക്കുറിച്ച് അമ്മയോട് പറയാൻ തുടങ്ങി. അതിനവന്റെ മാതാപിതാക്കൾ സമ്മതിച്ചു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വിവാഹം നടത്തി കൊടുക്കാം എന്ന രീതിയിൽ വിവാഹ ഏർപ്പാടുകളെല്ലാം നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇക്കാര്യം ലോകനായിക അറിയുന്നത്. അവൾ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം അവളുടെ പ്രണയം വളരെ സത്യസന്ധമായിരുന്നു. പക്ഷെ അബ്ദുൾ ഹബീസ് എങ്ങനെയും ലോകനായികയെ ഒഴിവാക്കാനായിരുന്നു ശ്രമിച്ചത്. പ്രായവ്യത്യാസം വളരെ അധികമാണ്, മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ലോകനായികയെ കൊണ്ട് പ്രായം കുറയ്ക്കാനും കഴിയില്ലല്ലോ. പക്ഷെ അതിനവൾ നിശബ്ദയായിരുന്നു. പ്രണയത്തിന് ഇതൊന്നും ഒരു തടസ്സമേ അല്ല എന്ന രീതിയിൽ അവൾ പറയാൻ തുടങ്ങി. അടുത്തവൻ മതം ഒരു കാരണമായി കാണിച്ചു. ഇത് ഒരു പ്രശ്നമാണോ എന്നൊക്കെ ചിന്തിച്ച ലോകനായികി അവന്റെ ഉദ്ദേശം അറിയാതെ തന്നെ അവന് വേണ്ടി അവൾ മതം മാറി. അങ്ങനെ ലോകനായകി അൽബിയയായി മാറി. എന്ത് ചെയ്തിട്ടും ഇവൾ വിട്ടുപോകില്ല എന്ന് മനസ്സിലാക്കിയ അബ്ദുൾ ഹബീസ് അവളെ പൂർണ്ണമായും ഒഴിവാക്കാൻ ചിന്തിച്ചു. ഒരു ഘട്ടത്തിൽ അവന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ലോകനായകി എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവനോടിരിക്കില്ല എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറയുക മാത്രമല്ല, അവളൊരു തവണ കത്തിയെടുത്ത് കൈമുറിക്കുകയും ചെയ്തു. ഇപ്പോ അബ്ദുൾ ഹബീസിന് ഒരു കാര്യം മനസ്സിലായി. ഇവൾ ജീവനോടിരുന്നാൽ നമുക്ക് ജീവനോടിരിക്കാൻ കഴിയില്ല, സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുമുട്ടി ഇപ്പോ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന സുൽത്താനയോട് ഒരു കഥ പറയാൻ തുടങ്ങി. ഞാൻ ഒരു സഹോദരിയെ പോലെ കണ്ട് സംസാരിച്ച ലോകനായകി ഇപ്പൊ തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്ന ആ കഥ. ഇത് സത്യമാണ് എന്ന് വിശ്വസിച്ച സുൽത്താന ഈ പ്രശ്നത്തിന് പല സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ അവൻ അതൊന്നും അംഗീകരിച്ചില്ല. അപ്പോ അവൻ തന്നെ അതിനൊരു പദ്ധതി ഇടാൻ തുടങ്ങി. അതാണ് മോനിഷ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട മോനിഷ എന്ന പെൺകുട്ടിയെ വെച്ച് തന്നെ ലോകനായികയെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ ഒരു കൊലപാതകം അവന് തന്നെ ചെയ്യാമല്ലോ, പിന്നെ എന്തിനാണ് മോനിഷ ഇതിലേക്ക് കൊണ്ടുവന്നത്, തിരഞ്ഞെടുത്തത് എന്ന സംശയം നിങ്ങൾക്ക് വരാം. അതിനും ഒരു കാരണമുണ്ട്. മോനിഷ മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വിഷമരുന്ന് കുത്തിവെച്ച് ലോകനായികയെ കൊല്ലാം എന്ന പദ്ധതിയായിരുന്നു അവന്. അതിനുവേണ്ടിയാണ് മോനിഷ തന്നെ തിരഞ്ഞെടുത്തത്. ഈ കൊലപാതകത്തിന് അവൻ മോനിഷയോടും ഒരു കഥ പറഞ്ഞു. ആ കഥയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ അൽബിയ എന്ന കഥ. എന്നാൽ ഈ കഥ കേട്ടിട്ടും അവൾ കൊലപാതകം ചെയ്യാൻ വിസമ്മതിച്ചു. നീ അവളെ ഇങ്ങനെ വിഷമരുന്ന് കുത്തിവെച്ച് കൊന്നില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഞാൻ ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി. ഇനി നീ കൊലപാതകം ചെയ്താൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്നും പറഞ്ഞു. ഇത് കേട്ട് അത് വിശ്വസിച്ച മോനിഷ എന്ന പെൺകുട്ടി അവൻ പറഞ്ഞതിനൊക്കെ ശരിയെന്നും പറഞ്ഞു. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇൻട്രോയിൽ തനിക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ടെന്ന് അവൻ പറഞ്ഞില്ലേ? ആ കസിൻ സിസ്റ്റർ എന്നും പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തിയത് അവൻ ഇപ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന സുൽത്താന എന്ന പെൺകുട്ടിയാണ്. ലോകനായിക ഒഴികെ മറ്റു 2 പേരോടും അവൻ 2 കഥയായിരുന്നു പറഞ്ഞത്. അങ്ങനെ 3 പെൺകുട്ടികളെ അവൻ ഉപയോഗിച്ചു. ലോകനായികയെ അവന്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. മോനിഷയെ അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ചു. സുൽത്താനയെ ഭാര്യയാക്കാൻ അവൻ ഉപയോഗിച്ചു. ഇപ്പോൾ ലോകനായികയ്ക്ക് അവർ ദിവസം കുറിച്ചു. 2025 മാർച്ച് മാസം 3-ാം തീയതി 3 പേരും സേലത്തിലേക്ക് തിരിച്ചു. സേലത്തിൽ എത്തിയതും ലോകനായികയെ ഫോൺ വിളിച്ചു. ചെയ്തതെല്ലാം തെറ്റാണ്, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ഞാൻ സത്യമെല്ലാം പറഞ്ഞു, നമുക്ക് 2 പേർക്കും വിവാഹം കഴിക്കാം എന്നും പറഞ്ഞ് ലോകനായികയെ വിളിച്ചു. പക്ഷേ അവനെ വിശ്വസിക്കാത്ത ലോകനായികി വരില്ല എന്നും പറഞ്ഞു. എന്നാൽ അവൻ വീണ്ടും പറഞ്ഞത്, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, നിന്നോട് അവൾ സംസാരിക്കും, നീ തീർച്ചയായും വരണം എന്നും പറഞ്ഞു. അങ്ങനെ സുൽത്താനയും അതേ രീതിയിൽ തന്നെ ലോകനായികയോട് സംസാരിച്ചു. ഇത് വിശ്വസിച്ച ലോകനായികി ഉടൻ തന്നെ വരികയും ചെയ്തു. അങ്ങനെ സുൽത്താനയെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പരിചയപ്പെടുത്തി. മോനിഷയെ സുൽത്താനയുടെ സുഹൃത്താണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇപ്പോ ആ 3 പേരെയും വളരെ ധൈര്യത്തോടു കൂടി കാറിൽ കയറ്റി ഏർക്കാടിലേക്ക് പോയി. ഇത്രത്തോളം ധൈര്യമായി എല്ലാവരെയും ഒരേ സമയത്ത് കൊണ്ടുവരികയും ഒരേ കാറിൽ കൊണ്ടുപോയെങ്കിൽ അവൻ എത്രത്തോളം ധൈര്യം ഉണ്ടായിരിക്കണം, എത്രത്തോളം സമർത്ഥനായിരിക്കണം, എത്രത്തോളം കള്ളം ചെയ്തിട്ടുള്ളവനായിരിക്കണം. പ്രണയിച്ച പെൺകുട്ടികളെല്ലാം അവൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടികൾ ഇവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് തലയാട്ടിയിട്ടുമുണ്ട്. ദിവസം മുഴുവനും കറങ്ങി. രാത്രി ആ മലയിൽ നിന്നും അവർ താഴെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് 60 അടി പാലം എന്ന സ്ഥലത്തിനടുത്ത് ആ കാറ് നിർത്തി അവർ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ലോകനായകി അവൾ ഇതിനകം കൈമുറിച്ചു എന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ മുറിവ് കണ്ട മോനിഷ ഇതെന്താണെന്ന് ചോദിച്ചു. അതിനും അവൾ എന്തൊക്കെയോ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇപ്പൊ മോനിഷ പറഞ്ഞത്, ഇല്ലില്ല, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഇങ്ങനെ വിടുകയാണെങ്കിൽ ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും, സെപ്റ്റിക് ഒക്കെ ആകും. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്, എന്റെ പക്കൽ മരുന്നുണ്ട്. ഉടൻ തന്നെ അവൾ ഇതിനകം കൊണ്ടുവന്ന അനസ്തീഷ്യ ഹെവി ഡോസേജിൽ അവൾക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു.
അല്പസമയത്തിൽ തന്നെ ലോകനായകി ബോധം കെട്ട് വീണു. എന്നാൽ വീണ്ടും മറ്റൊരു ഇഞ്ചക്ഷനും നൽകി. ഇപ്പൊ ലോകനായകിക്ക് ശ്വാസം വിടാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടായി. ഒന്ന് പുറത്തുപോയാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് മോനിഷയും സുൽത്താനയും ഈ അബ്ദുൾ ഹബീസും ചേർന്ന് ലോകനായകിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. 60 അടി പാലത്തിന്റെ സൈഡിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അതേസമയം ആ വഴിയിലൂടെ മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ഉടൻ അവളെ ആ മലയിൽ നിന്നും താഴേക്ക് വലിച്ചെറി. അവളെ ആ മലഞ്ചെരുവിലേക്ക് താഴെ തള്ളിയിട്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഏകദേശം 30 അടി ഗർത്തത്തിലേക്ക് വീണ അവളുടെ എല്ലുകൾ എല്ലാം ഒടിഞ്ഞിരുന്നു. മുഖം, കൈ, കാലുകൾ എല്ലാം ചതഞ്ഞു. പല സ്ഥലങ്ങളിലും സാരമായ പരിക്കുണ്ടായിരുന്നു. അവളുടെ ഡെഡ് ബോഡിയിൽ നിന്നും സ്മെല്ല് വന്നതിന് ശേഷമാണ് ബോഡി പോലീസ് എന്നെ കണ്ടെത്തിയത്. തുടക്കത്തിൽ ഇതൊരു കൊലപാതകമാണോ അതോ അവൾ ആത്മഹത്യ ചെയ്തതാണോ എന്ന് പോലീസിന് പോലും കൺഫ്യൂഷൻ ഉണ്ടായി. കൊലപാതകമൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് ഹാൻഡ് ബാഗ് ഉണ്ടാകാൻ വഴിയില്ല. കൊലപാതകം ചെയ്തവർ ഇത്രത്തോളം വലിയൊരു എവിഡൻസ് ഇവിടെ ഉപേക്ഷിക്കില്ല എന്ന് കരുതിയ പോലീസ് ഇതൊരു ആത്മഹത്യയാണെന്ന് തന്നെ ഉറപ്പിച്ചു. എന്നാൽ അപ്പോഴാണ് സേലം പോലീസ് വന്നതും അബ്ദുൾ ഹബീസിനെ കണ്ടെത്തുന്നതും ചോദ്യം ചെയ്യുന്നതും അവൻ കുറ്റസമ്മതം നടത്തിയതും. അങ്ങനെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി. സത്യത്തിൽ അനസ്തീഷ്യ എടുത്താൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിയില്ല എന്ന് മോനിഷ പറഞ്ഞു. അപ്പോൾ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു അവളുടെ ഹാൻഡ് ബാഗ് അവരവിടെ തന്നെ ഉപേക്ഷിച്ചത്. എന്നാൽ പോലീസ് കോൾ ഹിസ്റ്ററി ഉപയോഗിച്ച് അബ്ദുൾ ഹബീസിനെയും അവന്റെ ആദ്യത്തെ കാമുകിയെ കൊല്ലാനായി സഹായിച്ച മറ്റ് 2 കാമുകിമാരെയും മോനിഷ, സുൽത്താന, ഈ 2 പേരെയും കൊലപാതകം നടന്ന 4ാമത്തെ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. തുടക്കത്തിൽ തന്നെ പോലീസിനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അബ്ദുൾ ഹബീസിന്റെ ഫോണിൽ ഒട്ടനവധി പോൺ വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും അന്വേഷണം അവസാനിച്ചാൽ മാത്രമേ ഇവൻ കാരണം എത്ര പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം പുറത്തറിയുകയുള്ളൂ. തന്നെ പ്രണയിക്കുന്ന പെൺകുട്ടിയെ താൻ പ്രണയിക്കുന്ന പെൺകുട്ടികളെ വെച്ച് തന്നെ വളരെ ക്രൂരമായി കൊന്നു. ഇത് അടുത്തിടെ വലിയ രീതിയിൽ തമിഴ്നാട് മുഴുവനും ചർച്ചാ വിഷയമായി. പല വ്യത്യസ്തമായ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസ് എനിക്ക് തന്നെ വളരെ വ്യത്യസ്തമായ, വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേരിട്ട് കണ്ട് വർഷങ്ങളോളം പ്രണയിച്ച ഒരു പെൺകുട്ടി അവൻ ബലിയാടാക്കി. പോരാത്തതിന് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട 2 പെൺകുട്ടികൾ ഇവന് വേണ്ടി കൊലപാതകം ചെയ്യാൻ തന്നെ കൂട്ടുനിന്നു. നേരിൽ കണ്ടുമുട്ടി പ്രണയിക്കുന്ന പ്രണയങ്ങൾ പോലും പല പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടുവരുന്ന ഈ ഇൻസ്റ്റന്റ് പ്രണയങ്ങളൊക്കെ നീണ്ടു നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിനും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.